സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ശരിക്കും പ്ലേ ഓഫിലെ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചാൻസുകളൊക്കെ പോയപ്പോൾ ഇനിയുള്ള 2 മാച്ചുകൾ ടെൻഷനൊന്നും ഇല്ലാതെ കാണാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് കണ്ട മാച്ച് ഇതായിരിക്കും. മുംബൈ സിറ്റി FC-ക്കെതിരെ എതിരില്ലാത്ത ഒരു ഗോളിന്, പെപ്പർ അടിച്ച ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ നമ്മൾ ജയിച്ചാലും തോറ്റാലും വലിയ കാര്യമൊന്നുമില്ല എന്നൊരു അവസ്ഥയിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷകളൊന്നും ഇല്ലാതെയാണ് ഈ ഒരു മാച്ച് കാണാറുള്ളത്. പക്ഷേ നമുക്ക് ഈ അവസാന നിമിഷങ്ങളിൽ സന്തോഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ടീം തരുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും നമുക്ക് ആ ഒരു പ്ലേ ഓഫിൽ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും മുംബൈ സിറ്റി FC-യോടുള്ള ഒരു വിജയം തീർച്ചയായിട്ടും സന്തോഷിക്കാവുന്ന ഒരു വിജയം തന്നെയാണ്. ഈ ഒരു മാച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഹാഫ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ പലരും ആ ഫസ്റ്റ് ഹാഫ് വെച്ച് തന്നെ കളി നിർത്തി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത്രയും ബോറടിക്കുന്ന രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്നത്. മുംബൈ സിറ്റി FC-യുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ബോഡി ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ എവേ ഗെയിമാണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. ഒരു പോയിന്റ് മാത്രം മതി അവർക്ക് ആ ഒരു പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആവാൻ. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും തോൽക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടൈം കടന്നു പോകുന്നത് മാക്സിമം പൊസിഷൻ വെച്ച്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലേക്ക് ഒക്കെ ആണെങ്കിൽ അവർ ബാക്കിലേക്ക് ഇട്ട് വളരെ സാവധാനം കളിച്ച് സമനില നിലനിർത്തുക, ഒരു ഗോൾ രഹിത സമനിലെങ്കിൽ ആ രീതിയിൽ വലിയ റിസ്കിലേക്ക് ഒന്നും പോവാതെ ആ പോയിന്റ്സ് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോവുക, ആ ഒരു മൈൻഡ് സെറ്റാണ് കളിക്കാരുടെ ഒരു ബോഡി ലാംഗ്വേജിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ രീതിയിലാണ് കാണാൻ സാധിച്ചത്. പക്ഷേ കിട്ടിയ ഒരു അവസരത്തിൽ നല്ലൊരു പണി പെപ്പർ കൊടുത്തു. അതിനുശേഷം പിന്നെ അവർക്ക് സമയം തികയാത്തൊരവസ്ഥ വന്നു. അവസാന നിമിഷങ്ങളിലൊക്കെ വരുമ്പോൾ ഒരുപാട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അവിടെ ബ്ലാസ്റ്റേഴ്സിന് ഡിഫെൻഡിങ് ഈ സീസണിൽ നമ്മൾ സ്റ്റാറെ പോയതിനു ശേഷം ഡിഫെൻഡിങ് വലിയ രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിൽ ഈ മാച്ചിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു ക്ലീൻ ഷീറ്റ് കാത്തു സൂക്ഷിക്കാൻ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ പോലും പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഡിഫെൻസീവ് ആറ്റിറ്റ്യൂഡ്, അത് പലയിടങ്ങളിലും നമ്മളൊരു ഗോൾ സേവ് ചെയ്യുന്ന രീതിയിൽ അവസാന നിമിഷമൊക്കെ ബികാഷ് ഷുംനാമിൻ്റെ ആ ഒരു ഗോൾ ലൈൻ സേവൊക്കെ സ്ഥിരം പാറ്റേണിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ വഴങ്ങുന്ന ഒരു ടൈം കൂടിയാണ്. ആ സമയത്തൊക്കെ ഒരു ഗോൾ ലൈൻ സേവ് നടത്തുക, നവോജസിങ്ങിൻ്റെ സേവ് ഉണ്ട്, എയ്മാൻ്റെ സേവ് ഉണ്ട്, മിലോസും ലഗട്ടോറും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവസാന ഹോം ഗെയിം ഇവിടെ ഇനി നേടാനൊന്നും ഇല്ലെങ്കിലും അഭിമാനിക്കാവുന്ന രീതിയിൽ തന്നെ ഒരു മാച്ച് അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പ്ലേയേഴ്സിനെ കാണാൻ സാധിച്ചത് അത് വളരെയധികം ഒരു മാച്ചിൽ പോസിറ്റീവായിട്ട് തന്നെ തോന്നിയൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ 1-2 മുംബൈ സിറ്റി FC മുന്നേറ്റങ്ങൾ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് പിന്നെയും ക്ലിയർ കട്ട് ചാൻസസ്, അല്ലെങ്കിൽ ഒന്ന് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഗോൾ ആവാൻ പറ്റുന്ന ചാൻസസിലേക്ക് എത്തുന്നത്. ആൻഡ് അവിടെ ഈ പറഞ്ഞ പോലെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ്, ഇഷാൻ പണ്ഡിത ആ ഒരു ലൈനപ്പിലേക്ക് വരുന്നുണ്ട്, ലൂണെ വീണ്ടും ആ ഒരു ഡ്രോപ്പ് ചെയ്ത പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, പെപ്പർ ഫസ്റ്റ് 11-ൽ ആ ഒരു സ്ട്രൈക്കർ സോണിൽ വരുന്നു, എയ്മാൻ ലെഫ്റ്റിൽ വരുന്നു, കോറു സിംഗ് ആ റൈറ്റ് പൊസിഷൻ, ഇനി അദ്ദേഹം ആരൊക്കെ വന്നാൽ അത് വിട്ടുകൊടുക്കില്ല, ആ പൊസിഷൻ കോറു കീപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ ഈ പല സമയത്തും നമ്മൾ ഈ ഒരു അറ്റാക്കിലേക്ക് വരുമ്പോൾ ഒരു കണക്ഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ ബാക്കിൽ ബ്ലാസ്റ്റേഴ്സ് പന്ത് കിട്ടുന്ന സിറ്റുവേഷൻസിലെല്ലാം ആ മുന്നോട്ടേക്ക് പന്തെത്താനും അവിടെ ഇഷാൻ പണ്ഡിത പെപ്പർ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഒന്നും വർക്ക് ആവാതെ 1-2 സിറ്റുവേഷൻ മാത്രം നമ്മൾ കോറുവിൽ നിന്ന് വരുന്ന ക്രോസ് ഒക്കെയാണ് ആ സമയത്ത് നമുക്കൊരു ചാൻസ് ആയിട്ട് മാറുന്നുണ്ടായിരുന്നത്. സോ ഫ്രണ്ടിൽ എവിടേക്ക് ഒരു പ്രശ്നം നമുക്കുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒട്ടും താമസിക്കാതെ ആ ഒരു ഫ്രണ്ടിൽ ഇഷാൻ പണ്ഡിതയെ മാറ്റിയിട്ട് ലൂനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു, ഡാനിഷ് ഫാറൂഖിനെ ആ ഒരു ഡിഫൻസീവ് മിഡ് സെൻട്രൽ മിഡ് റോളിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഗോളും വരുന്നത്. ആൻഡ് അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കിട്ടിയ അവസരമാണ്. കോറൂസിങ്ങിൻ്റെ നല്ലൊരു അറ്റംപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് പെപ്പറുടെ ഒരു പവർഫുൾ ഷോട്ട്, പവർ സ്റ്റാർ എന്നൊക്കെ വിളിക്കാം നമുക്ക് വേണമെങ്കിൽ പെപ്പർ. ആ ലെവലിൽ പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഷോട്ടുകളൊക്കെ അന്യായ പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് പെപ്പർ. അദ്ദേഹം ആംഗിളോ ഗോൾ പോസ്റ്റ് എവിടെയാണെന്നൊന്നുമില്ല, ഒരു ഒറ്റ അടിയാണ്. ആ ഒരു അടി കൃത്യമായിട്ട് പോസ്റ്റിലേക്ക് വന്നു, ആ ഗോൾ കയറുകയും ചെയ്തു. പെപ്പറുടെ 2 മെയിൻ സവിശേഷതകളാണ്: ഫിസിക്കൽ എബിലിറ്റി വെച്ച് ബോൾ കീപ്പ് ചെയ്ത് ഷീൽഡ് ചെയ്ത് മറ്റ് പ്ലേയേഴ്സിൽ നിന്ന് ആ പന്ത് എടുക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റിയും പിന്നെ ഈ പവർഫുൾ ഷോട്ടുകളും. എന്തായാലും അത് ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും കോറു സിംഗ് ഈ സീസണിൽ നമുക്ക് ഒരു സർപ്രൈസ് ആയിട്ട് വന്ന് ഗ്യാരണ്ടി പെർഫോമൻസ് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് കോറു സിംഗ്. അതിൻ്റെ ചില പാസുകൾ, ചില ക്രോസുകൾ നമ്മൾ ഇതുവരെ നമ്മുടെ വിങ്ങേഴ്സിൽ നിന്നൊന്നും അധികം കാണാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബോളുകൾ ഡെലിവർ ചെയ്യാൻ അതിന് പല സമയത്ത് സാധിക്കുന്നുണ്ട്. കൺവേർട്ട് ചെയ്യാൻ ഒരു പ്ലെയർ വേണം എന്നുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഇഷാൻ മണ്ഡിലേക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു ക്രോസ് ഉണ്ട്, അത് ആ ഒരു ആംഗിളിൽ, ആ ഒരു കർവിൽ, ആ ഒരു രീതിയിൽ ഡെലിവർ ചെയ്യാന്ന് പറയുന്നത് അത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ പോലും പല വിങ്ങേഴ്സും ആ ക്രോസുകൾ മോശമാക്കുമ്പോൾ ഇവിടെ കൃത്യമാണ്, ഇവിടെ ആക്യുറേറ്റ് ആണ്. എങ്ങനെയാണ് ആ ബോളിൻ്റെ മൂവ്മെൻറ്റ് വരേണ്ടത് ആ രീതിയിൽ തന്നെ അദ്ദേഹം ആ ഒരു മൂവ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ക്രോസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള, അതുപോലെ തന്നെ പൊസിഷനിങ് നോക്കുകയാണെങ്കിലും ആ രീതിയിൽ തന്നെ ആ ഒരു പന്ത് അവൈലബിൾ ആയി പന്ത് വാങ്ങിച്ച് വളരെ മെച്ചുവേർഡായിട്ടാണ് കളിക്കുന്നത്. ഡിഫൻസിലേക്ക് വരുമ്പോൾ അവിടെയും അദ്ദേഹം അവർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സോ ഈ മാച്ചിലും കണ്ടിന്യൂസ് ആയിട്ട് നല്ല പെർഫോമൻസ് ആണ് കോറോസിംഗ് കാഴ്ചവെച്ചത്. അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുമ്പോൾ ഐമനാണ് ഈ ഒരു മാച്ചിൽ ഹീറോ ഓഫ് ദ മാച്ച്. ശരിക്കും ഒരു ഡള്ളായിട്ടുള്ള സ്റ്റാർട്ടാണ് ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ അതിന് കിട്ടുന്നത്. ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചു സെക്കൻഡ് ഹാഫിൽ അതിനൊരു മാറ്റം കൊണ്ടുവരും എന്നുള്ളത്. പക്ഷേ അതിൽ ട്രസ്റ്റ് ചെയ്ത് അതിന് സെക്കൻഡ് ഹാഫിലും കളിക്കാനുള്ള ആ ഒരു ചാൻസ് കൊടുത്തു. അതിനുശേഷം 1-2 നല്ല മൂവ്മെൻറ്റ്സ്, ഒന്നിലധികം പ്ലേയേഴ്സിനെ ഡ്രിബിൾ ചെയ്ത് അകത്തേക്ക് കയറി ഷോട്ടുകൾ, ആൻഡ് ആ ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട്, ഒരു ഭയങ്കരമായ ഡിഫറൻസ് ഒന്നും അദ്ദേഹം ഉണ്ടാക്കിയതായിട്ട് തോന്നില്ല. പക്ഷേ ആ ഒരു തുടക്കം ഡള്ളായതെന്നുള്ളൊരു കംബാക്ക് അദ്ദേഹം വളരെ ഒരു യങ് പ്ലെയർ എന്ന രീതിയിൽ
കൺസിഡർ ചെയ്യുമ്പോൾ ആ തുടക്കത്തിലെ സെറ്റ് ബാക്ക് നല്ല രീതിയിലാണ് അദ്ദേഹം മാനേജ് ചെയ്ത് തിരിച്ചു വന്നത്. സോ അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കണം ആ ഒരു ഹീറോ ഓഫ് ദി മാച്ച് അതിന് കിട്ടിയിട്ടുണ്ടാവുക. സോ എയ്മൻ്റെ പെർഫോമൻസും ഈ ഒരു മാച്ചിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അറ്റാക്കിംഗ് സൈഡിൽ അവസാന നിമിഷങ്ങളിൽ വന്നിട്ടുള്ള നോവ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹം ലൈനപ്പിലേക്ക് ഒന്ന് കളിച്ച് കാണുക അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കളിച്ച് കാണുക എന്ന് പറയാൻ നമ്മുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു. എന്തായാലും അദ്ദേഹം അത്യാവശ്യം ടീം അംഗങ്ങളായിട്ടൊക്കെ സെറ്റായിട്ട് ആ ഒരു പാസുകളൊക്കെ കളിച്ച് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഒരു നല്ല ചാൻസും അതിന് കിട്ടി. സോ അതും നല്ല രീതിയിൽ തന്നെ ഈ ഒരു സീസൺ അവസാനിപ്പിക്കാൻ അവസാന നിമിഷങ്ങളിലൊക്കെ വരുമ്പോൾ ഒന്നും ബാക്കി വെക്കാതെ അവസാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നോവയുടെ ആ ഒരു വരവും ഈ ഒരു മാച്ചിൻ്റെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ആശ്വാസമായിട്ടുണ്ട്. ഇനി പറയേണ്ടത് ഡിഫൻസാണ്. ഡിഫൻസിൽ ഓരോരുത്തരെയും എണ്ണി പറയണം. അതിൽ നവോച്ചസ് ഇങ്ങനെയാണ് എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നത്. പലരും പല രീതിയിലുള്ള അഭിപ്രായം ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞേക്കാം. അനാവശ്യമായിട്ട് ഫൗളുകൾ കൺസിഡർ ചെയ്യുന്നു, ഡേഞ്ചർ സിറ്റുവേഷൻസിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എത്തിക്കുന്നു. അതെല്ലാം ശരിയാണ്. ചില സിറ്റുവേഷൻസിൽ കുറച്ചധികം ഓവർ കമ്മിറ്റായി പോവുകയും ഫൗൾസ് കൺസിഡർ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഫ്രീ കിക്സിൻ്റെ രൂപത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഒന്ന് കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധപ്പെട്ട സിറ്റുവേഷനിലെല്ലാം അദ്ദേഹം നമ്മുടെ സേവ് ചെയ്യുന്നുണ്ട്. ചില ഓവർഹെഡ് ബോൾസ് വിക്രം പ്രതാപ് സിംഗിന് ഈ ഒരു മാച്ചിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഷോട്ടുകൾ, ഓൺ ടാർഗറ്റ്, ഗോൾ ആ ലെവലൊന്നും ചെയ്യാൻ പറ്റാത്തതിൽ മെയിൻ കാരണക്കാരൻ നവോച്ചയാണ്. അതിലേക്ക് വരുന്ന ഓവർഹെഡ് ബോളുകളൊക്കെ നമ്മൾ ബോളിൻ്റെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ആ ഒരു പ്ലെയറിലേക്ക് റീച്ച് ചെയ്യുമെന്ന രീതിയിലാണ് ആ ബോൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അത് ഏത് വിധേനയും അത് ബ്ലോക്ക് ചെയ്യാൻ, ഹെഡ് ചെയ്ത് ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ, ആ പന്ത് എടുക്കാൻ നവോച്ചയ്ക്ക് സാധിക്കുന്നുണ്ട്. പല സമയത്ത് 1v1 സിറ്റുവേഷൻസിലേക്ക് വരുമ്പോഴും ഫൗൾ കമ്മിറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ആ പന്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്താൻ അതിന് സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ മാച്ചിൽ തീർച്ചയായിട്ടും ഒരു ഗോൾ സേവിങ് എഫേർട്ട്, മിലോസിനെയൊക്കെ ബീറ്റ് ചെയ്ത് പന്ത് വിക്രമിലേക്ക് എത്തുമ്പോൾ അവിടെ ലാസ്റ്റ് മിനിറ്റ് എത്തി ആ ഒരു പന്ത് സേവ് ചെയ്യുന്നത് നവോച്ചയാണ്. അതുപോലുള്ള ഒരുപാട് ഡേഞ്ചർ സിറ്റുവേഷൻസ് ഒഴിവാക്കിയെടുക്കാൻ ഈ മാച്ചിൽ നവോച്ചയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ മാച്ചിൽ നവോച്ചയെ പറ്റി നമ്മൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്. പിന്നെ നമ്മുടെ സെൻട്രൽ ബാക്ക് പെയർ ലഗറ്റോറും അതുപോലെ തന്നെ മിലോസ് നമുക്കറിയാം അതിനൊരു സെറ്റായുള്ള ഒരു പൊസിഷൻ, അവിടെ ഒരു സ്വീപ്പർ ലെവലിൽ അദ്ദേഹം മാക്സിമം അതിൻ്റെ വർക്ക് റേറ്റിൻ്റെ മാക്സിമം എടുത്ത് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു പ്ലെയർ ആണ്. തുടക്കത്തിൽ നമ്മൾ 1-2 മിസ് ടൈമിൽ ടാക്കിൾസ് ഒക്കെ ഉണ്ട്. ഒരു റെഡ് കാർഡോ യെല്ലോ കാർഡൊക്കെ കിട്ടാൻ പാകത്തിന് ഒരു ടാക്കിളുടെ ശ്രമവും സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില സിറ്റുവേഷൻസിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമുക്ക് വളരെയധികം ആശ്വാസമുള്ള രീതിയിൽ മാറുന്നുണ്ടായിരുന്നു. ലഗറ്റോർ ആണെങ്കിലും ഈ ഏരിയൽ ബോൾസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രസൻസ് അവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടായിരുന്നു. ആൻഡ് അവസാനമായിട്ട് വന്നില്ല, ലേറ്റായിട്ട് വന്ന ഈ ഒരു മാച്ചിൽ വലിയ രീതിയിൽ ആ ഒരു കയ്യടി വാങ്ങിച്ച ഒരു പ്ലെയറാണ് ബികാഷ് ഷുംനാം. നമ്മൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ ഏറ്റവും അധികം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഒരു സ്വീപ്പർ ലെവലിൽ ഇറങ്ങി നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ടെൻഡൻസി കാണിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുള്ളത്. സോ ആ ഒരു സ്വീപ്പർ ലെവലിലുള്ള ഒരു ടെൻഡൻസി തന്നെയാണ് ഇവിടെയും നമുക്ക് ആ ഒരു ഗോൾ ലൈൻ സേവിൻ്റെ രൂപത്തിലേക്ക്, ആ ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്ത് വന്നൊരു പന്താണ് അദ്ദേഹം സേവ് ചെയ്യുന്നത്. അത് സേവ് ചെയ്തതിലേക്ക് തീർന്ന് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതിനും ഇത്രയും നേരം ആ ഒരു 1 ഗോൾ ലീഡിൽ നിന്നതിനൊക്കെയുള്ള ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നഷ്ടപ്പെടും. പക്ഷേ ആ ഒരു സേവ് അതൊരു ഗോളിൻ്റെ വിലയുള്ള ഒരു സേവാണ്. ഫുട്ബോളിൽ എപ്പോഴും പറയുന്ന കാര്യമാണ് ഡിഫൻഡേഴ്സ് രക്ഷപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ചാൻസസ് നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു മാച്ചിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും അതിൻ്റെ എഫേർട്ട് ഈ ഒരു മാച്ചിൽ നമുക്ക് വലിയൊരു ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ എയ്ബാൻ ഡോലിംഗ് അതിൻ്റെ ഡിഫൻസീവ് വർക്കൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. പക്ഷേ ഇടയ്ക്കുള്ള ചില മൈനസ് പാസുകൾ അവിടെ കുറച്ച് ഓവറായിട്ട് പവർ ആ മൈനസ് പാസുകൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഫസ്റ്റ് ഹാഫിൽ ഒരു ചില കൺസേൺ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറേയധികം സിറ്റുവേഷൻസിൽ എയ്ബാൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും നമുക്ക് അത്യാവശ്യം വന്നിട്ട് വരുന്നുണ്ടായിരുന്നു. നോറ ഫെർണാണ്ടസ് അദ്ദേഹത്തിന് ഈ ഒരു മാച്ചിൽ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെച്ചുവർഡായിട്ട് അതിൻ്റെ ഒരു ഗോൾ കീപ്പിംഗ്, കാരണം ടൈം വേസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ അദ്ദേഹം ആ ലെവലിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഒരു മെച്ചുവർഡ് ആയിട്ടുള്ള പെർഫോമൻസ്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് നോറയിൽ നിന്നും കാണാൻ സാധിച്ചിരുന്നു. പിന്നെ ലൂണ നമ്മൾ എടുത്തു പറയേണ്ട ഒരു എഞ്ചിനായിട്ട് ഇപ്പോൾ നിലവിൽ അതിനൊരു ഒരു ടീമിൻ്റെ ഒരു ഹൃദയഭാഗത്താണ് അതിനൊരു പോഷൻ കൊടുക്കുന്നത്, കറക്റ്റ് സെൻട്രലായിട്ട്. അവിടെ നിന്ന് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ഒരുവിധപ്പെട്ട ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അവിടെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമ്പേഴ്സിൻ്റെ രൂപത്തിൽ ഗോൾ അടിക്കുന്നില്ല, അസിസ്റ്റിൻ്റെ രൂപത്തിലേക്ക് വരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു മാച്ചിൽ ആ ഒരു ടീമിന് വേണ്ടി ഇദ്ദേഹം എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഡിഫൻസീവ് മിഡ് റോളിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നോവയ്ക്കും അതുപോലെ തന്നെ പെപ്പറയ്ക്കൊക്കെ ഒപ്പം ആ ഒരു ഫ്രണ്ടിലേക്കുമാണ് അദ്ദേഹം കളിക്കുന്നത്. അവിടെ എല്ലാം ചാൻസസ് ക്രിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ടാക്കിൾസ്, ഡിഫൻസീവ് കണക്കുകളിലും ഒഫൻസീവ് കണക്കുകളിലും ലൂണ ഉണ്ട്. സോ ലൂണ ഒരു എഞ്ചിൻ പോലെ ടീമിൻ്റെ ഒരു മിഡിൽ നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫൻസും ഒഫൻസും സപ്ലൈ ചെയ്യുന്ന ആ ഒരു ലെവലിലാണ് ലൂണ ഈ മാച്ചുകളിൽ അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള മാച്ചുകളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ അതിനെപ്പറ്റി പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. വർക്ക് റേറ്റ് അദ്ദേഹം ഡെലിവർ ചെയ്യുന്നുണ്ട്, ചില ബോളുകൾ അദ്ദേഹം കൊടുക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. എവിടെയൊക്കെ നമ്മൾ പഴയ ലൂണയൊക്കെ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. സോ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാൻസസ് ഒക്കെ അവസാനിച്ചു. പക്ഷേ ഇതുപോലുള്ള വിജയങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അത് നമ്മൾ ഒട്ടും പാഴാക്കാൻ പറ്റില്ല. കാരണം ഈ സീസണിൽ തന്നെ നമുക്ക് വലിയ രീതിയിലൊന്നും ഇത്തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല. സോ എന്തായാലും മുംബൈ സിറ്റി എഫ്സിക്കെതിരെ ഒരു ശക്തമായുള്ള ടീമിനെതിരെ, പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ നിൽക്കുന്ന ടീമിനെതിരെ ഒരു വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത് എന്താ ലീഗ് അവസാനിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇനി സൂപ്പർ കപ്പൊക്കെ വരാനുണ്ട്. സോ ആ ഒരു ടൈമിൽ ബ്ലാസ്റ്റേഴ്സിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒരു മാച്ച് കൂടി അവശേഷിക്കുന്നുള്ളൂ. അതുകൂടി ജയിച്ച് സന്തോഷത്തോടു കൂടി തന്നെ പ്ലേ ഓഫിൽ കയറാൻ പറ്റിയില്ല, അതുകൊട്ടെ എന്നാലും ഒരു ഹാപ്പി എൻഡിങ് ഈ ഒരു സീസണിൻ്റെ അവസാനം ബ്ലാസ്റ്റേഴ്സിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ മാച്ചിൽ നിങ്ങൾ നോട്ടീസ് ആയിട്ടുള്ള ഇതല്ലാതെയുള്ള പോസിറ്റീവുള്ള പെർഫോമൻസോ ടാക്റ്റിക്കലുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.